ഹരിയോ. ജീവിതത്തിൽ ശാന്തി സമാധാനം കിട്ടാനായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞാൽ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാൻ എനിക്ക് ശാന്തി സമാധാനം തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി സമാധാനം കിട്ടില്ല. നമ്മളൊരു ഭക്ഷണം വെച്ചു, ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ അശ്രദ്ധമായിട്ട് വെച്ചു, വേണ്ട ചേരുവകളൊന്നും ചേർത്തില്ല. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാണ്, ഈശ്വര നന്നായിട്ട് രുചിയായിട്ടുണ്ടാവണേ, ഈ ഭക്ഷണം കഴിക്കണ ആഹാരം നല്ല രുചിയായിട്ടുണ്ടാവണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. രുചിയായിട്ട് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ മുൻകൂട്ടിയെ നമ്മൾ പ്ലാൻ ചെയ്യണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിന് ശേഷമാണ് അതാവുള്ളൂ. സമയം കഴിഞ്ഞതിന് ശേഷം, ഇല്ലെങ്കിൽ എല്ലാം തയ്യാറായതിനു ശേഷം രുചി വേണമെന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ രുചി ആവില്ല. കാരണം അത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആഹാരം എന്നുള്ള പദാർത്ഥം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് രുചി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല, പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി പറയാണ്, എനിക്ക് 100 കിട്ടണേ, ജയിക്കാനുള്ള നല്ല മാർക്ക് കിട്ടണേ എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം അത് പരീക്ഷ എഴുതുന്ന മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുള്ള ബുദ്ധി തരണേ, പരീക്ഷ എഴുതാൻ പോണതിന് മുമ്പേ പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് നല്ല ബുദ്ധി വരണേ, എനിക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടാവണേ, പഠിച്ചതൊക്കെ മനസ്സിൽ നിലനിൽക്കണേ, എൻ്റെ ശ്രദ്ധ ഒന്നും വേറെ ഒന്നിനും പോകരുതേ, ഇതൊക്കെ ഉണ്ടാവണം. അപ്പൊ നമുക്കിപ്പോ ശാന്തി ഇല്ല, അശാന്തിയാണ് എന്നതിന് കാരണം എന്താ? നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ നല്ല ബുദ്ധി ഇല്ലാതെ ഓരോന്നൊക്കെ ചെയ്തു. ഓരോന്ന് ചെയ്തുകൊണ്ടാണ് നമുക്ക് അശാന്തിയായ ജീവിതം വന്നത്, സമാധാനക്കേടും വന്നത്. അപ്പോ ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്, എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ എനിക്ക് ശാന്തി സമാധാനത്തിന് കേടായിട്ടുള്ളത് തരാതിരുന്ന എന്തുകൊണ്ടാണ്? എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ അത്യാഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളൊന്നും നടന്നില്ല, ഞാൻ അശാന്തനായി മാറി. അപ്പൊ എനിക്ക് ആഗ്രഹങ്ങളുടെ അളവ് കുറയ്ക്കണേ, എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രമായിട്ട് എൻ്റെ ശ്രദ്ധയെ ഒതുക്കണമേ, നശ്വരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിച്ച് എൻ്റെ ജീവിതം വിഫലമാക്കരുത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഭഗവാനല്ല അവിടെ റിഫ്ലക്ട് ചെയ്യണത്, പ്രതിഫലിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളൊരു കണ്ണാടി നോക്കിയിട്ട് നമ്മളൊരു കൊഞ്ഞനം കുത്തിയെങ്കിൽ തിരിച്ച് ആ കണ്ണാടിയല്ല പ്രതികരിക്കുന്നത്, നമ്മുടെ ഭാവം തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈശ്വരനും അങ്ങനെയാണ്. ഈശ്വരൻ എന്ന ഉപാധിയും നമുക്കൊരു ശാന്തി സമാധാനം കിട്ടാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പൊ അദ്ദേഹത്തിനോട് നമ്മളിങ്ങനെ പറയാണ്, എനിക്കിങ്ങനെ കിട്ടണേ എന്ന് പറഞ്ഞാൽ, നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾക്ക് ഒരു ഇച്ഛ വന്നു കഴിഞ്ഞാൽ, ഇനി നന്നാവണം എന്നൊരു വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ നന്നാവാൻ ശ്രമിക്കും. അങ്ങനെയാണ്. അതുപോലെ ശാന്തി സമാധാനം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കും. അതേതോ ആയിക്കോട്ടെ, ഭഗവാനോ ഭഗവതിയോ ആരോ ആയിക്കോട്ടെ, ആരോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതൊരു പ്രതിഫലനം ചെയ്യും. ഞാൻ നന്നാവണമല്ലോ, എനിക്കിങ്ങനെ ആയാൽ പോരാ, എനിക്ക് നന്നാവാനായിട്ട് എന്താണ് എനിക്ക് കാരണം വന്നത്, ഇല്ല കേട് വരാൻ എനിക്ക് എന്താ കാരണം വന്നതെന്നൊക്കെ. ഇപ്പൊ ഒരാളുടെ കാലൊടിഞ്ഞു, വീണിട്ട് കാലൊടിഞ്ഞു, ഓടിയിട്ട് കാലൊടിഞ്ഞു. അപ്പൊ അയാൾ എന്താ ചെയ്യാ? ഞാൻ എങ്ങനെ വീഴാൻ കാരണം, ഓടിയപ്പോഴാണ് വീഴാൻ കാരണം, ഇല്ലെങ്കിൽ പൊള്ളലേറ്റു, എങ്ങനെയാണ് എനിക്ക് പൊള്ളലേറ്റത്, എന്താണ് പൊള്ളലേൽക്കാൻ കാരണം? ഞാൻ അശ്രദ്ധമായിട്ട് ഓരോന്ന് ചെയ്തു. അപ്പൊ ഇനി ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഭഗവാനെ എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ, ഇന്നിങ്ങനെയായുള്ള അബദ്ധങ്ങളിൽ വരില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും പിന്നെ അങ്ങനെ വരുമ്പോൾ അയാൾ ചിന്തിക്കൊന്നുമില്ല. കാരണം അയാൾക്ക് ബോധം വന്നു കഴിഞ്ഞു, പൊള്ളലേറ്റത് എങ്ങനെയാണ്, ഞാൻ വീണത് എങ്ങനെയാണ് എന്നൊക്കെ ഒരു ബോധം വന്നു കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ചിട്ടാണ് പിന്നെ പ്രവർത്തിക്കുക. അപ്പം മാറണേ അല്ലെങ്കിൽ മാറ്റും എന്നുള്ളൊരു വിശ്വാസത്തിനാണ് ഈശ്വര സങ്കല്പം. മാറ്റും അല്ലെങ്കിൽ മാറ്റണം, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഉറപ്പ്, ഒരാൾ സഹായിക്കാൻ ഉണ്ടെന്ന് വരുമ്പോൾ ആ ഉറപ്പ്, ആ അറിവ് നമ്മുടെ കൂടെ നിൽക്കും. അറിവ് കൂടെ നിൽക്കുമ്പോൾ പിന്നെ തെറ്റായ രീതിയിൽ നമ്മുടെ ജീവിതം പോവില്ല, തെറ്റായ രീതികളിലേക്ക് വീണ്ടും നമ്മൾ എടുത്ത് ചാടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്താ ഭഗവാനത്ത് പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ആഗ്രഹങ്ങളൊക്കെ കുറയ്ക്കണേ, ആവശ്യമില്ലാത്തതായ ആഗ്രഹങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ കിട്ടിയിട്ടും എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായ ഓരോ വസ്തുതകളും സൗകര്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കിട്ടിയിട്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. എനിക്ക് പരിപൂർണ ഭക്തി ഉണ്ടാവാനും വിനയം ഉണ്ടാവാനും ശാശ്വതമായി ശാന്തി സമാധാനം ഉണ്ടാവാനായിട്ട് എന്നിൽ അജ്ഞാനം നിൽക്കണേ, അതിലെ അജ്ഞാനം കൊണ്ടുവന്നു ചേർന്ന ആഗ്രഹങ്ങൾ അതില്ലായ്മ ചെയ്യണേ, കാമം അതില്ലാതാക്കണേ എന്നുള്ളതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്.
അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് പ്രാർത്ഥന വരുന്നത്. ആ എന്തുകൊണ്ടാണെന്നുള്ള തിക്താനുഭവങ്ങൾ വരണം. അല്ലാതെ ഭഗവാനോട് വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് മാറ്റിത്തരണേ, ഇത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നമ്മളൊരു തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അതിന്റെ തിക്താനുഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിന് ചെയ്യില്ല എന്ന് ആവർത്തിക്കുക. അതിനൊരു ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശാന്തി സമ്മാനമൊക്കെ കിട്ടും. ഒരുപാട് ആഗ്രഹിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്ത പോയി എല്ലാം പോയിട്ടാണ് നമുക്ക് അശാന്തി സമാധാനക്കേടൊക്കെ വരുന്നത്. ശാന്തി സമാധാനം വേണമെങ്കിൽ ശരണാഗതി അടയാന്ന് പറയും. ശരണാഗതി ചെയ്യുക, സറണ്ടർ ചെയ്യുക. നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക. നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നമ്മളിലേക്ക് തന്നെ സറണ്ടർ ചെയ്യുക. പല പല ചിന്തകളും പല പല മോഹങ്ങളായിട്ട് പോയാൽ ഞാൻ അതൊന്നും ഇല്ലാത്ത എന്താണോ പൂർവാവസ്ഥ ഉണ്ടായിരുന്നത് ആ സങ്കല്പത്തിലേക്ക് സറണ്ടർ ചെയ്യുക. ആ സറണ്ടർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഹരിയോ ഹരിയോ. ജീവിതത്തിൽ ശാന്തി സമാധാനം കിട്ടാനായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടി പറഞ്ഞാൽ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാൻ എനിക്ക് ശാന്തി സമാധാനം